Hey, take this one. Are you like Chinese or Spanish? And I'm Indian. Indian. Oh, Yeah. You like it down here? You like it down here? I want to go back, sir. They don't accept us here. അമേരിക്കയിലെ ഒരു ഇന്ത്യക്കാരൻ ഡോർഡാഷ് ഡെലിവറി ജീവനക്കാരൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ഈ വീഡിയോ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. അമേരിക്കയിലെ കുടിയേറ്റക്കാരുടെ അവസ്ഥയെക്കുറിച്ച് ഇത് വലിയ ചർച്ചകൾക്ക് വഴിതെളിയിച്ചിരിക്കുകയാണ്. ഒരു അമേരിക്കൻ ഉപഭോക്താവ് ഭക്ഷണം ഡെലിവറി ചെയ്യുമ്പോൾ എടുത്ത വീഡിയോയിലാണ് ഈ ജീവനക്കാരൻ തൻ്റെ ദുഃഖം തുറന്നു പറയുന്നത്. താൻ ഒറ്റപ്പെട്ടെന്നും ഇവിടെ ആരും സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് വീഡിയോയിൽ. You like it down here? I want to go back, sir. They don't accept us here. You are nice, you are talking. They don't like to talk. Like immigrants? We are immigrants, but we are a former immigrant, you know. I am going to be citizen, but my heart is sad. Why? Because these people don't accept us. As in the president or people like me? സംഭാഷണം ഇങ്ങനെയായിരുന്നു. ഉപഭോക്താവ് സാധാരണയായി ചോദിച്ചു, നിങ്ങൾ ചൈനീസ് ആണോ സ്പാനിഷ് ആണോ? അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, ഞാൻ ഇന്ത്യക്കാരനാണ് എന്നായിരുന്നു. അമേരിക്കയിൽ ജീവിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് സങ്കടം അടക്കാനായില്ല. എനിക്കെൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം സർ, ഇവിടെ ആർക്കും നമ്മളെ വേണ്ട. നിങ്ങൾ എന്നോട് സംസാരിക്കുന്നു, നിങ്ങൾ നല്ല മനുഷ്യനാണ്, പക്ഷേ ഇവിടെയുള്ളവർ കുടിയേറ്റക്കാരോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാനിവിടുത്തെ പൗരനാകും, പക്ഷേ എൻ്റെ മനസ്സ് നിറയെ ദുഃഖമാണ്. ഈ ഉപഭോക്താവ് നല്ല രീതിയിൽ സംസാരിച്ചെങ്കിലും മറ്റു പല അമേരിക്കക്കാരും മോശമായി പെരുമാറുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. കുടിയേറ്റക്കാരനായതുകൊണ്ട് പലരും അവഗണിക്കുന്നു, പരിഹസിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിക്കാത്ത അവസ്ഥയുണ്ടെന്ന് അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം അമേരിക്കയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ കഴിയില്ല. എനിക്ക് 2 പെൺമക്കളുണ്ട്. അവർക്ക് എൻ്റെ കൂടെ നാട്ടിലേക്ക് വരാൻ താല്പര്യമില്ല. ഞാനിവിടെ കുടുങ്ങിപ്പോയി. ഈ നാട്ടിൽ സന്തോഷമില്ലെങ്കിൽ, ആളുകൾ നമ്മളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് എനിക്ക് അമേരിക്ക വിട്ടു പോകണം. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അമേരിക്കയിൽ ജീവിക്കാനാണ് ഇഷ്ടം എന്നാണ് വീഡിയോയിൽ ഇന്ത്യക്കാരൻ പറയുന്നത്. സ്വന്തം സന്തോഷത്തെക്കാൾ വലുതായി മക്കളുടെ ഭാവിയെ കാണുന്ന ഒരച്ഛൻ്റെ വേദനയാണത്. പല കുടിയേറ്റക്കാരുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഡോണ്ട് അഡോർ യു എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇതിനോടകം 7 ലക്ഷത്തിലധികം ആളുകൾ ഈ വീഡിയോ കണ്ടു. നിരവധി ആളുകൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ ഇട്ടു. വീഡിയോ എടുത്ത അമേരിക്കക്കാരൻ ഇങ്ങനെ കുറിച്ചു, എൻ്റെ ഇന്ത്യൻ സഹോദര, ഞാൻ നിങ്ങളെ അംഗീകരിക്കുന്നു. ഈ വീഡിയോയ്ക്ക് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമൻറ്റുകൾ വരുന്നുണ്ട്. അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറാണെന്ന് പലരും അറിയിച്ചിട്ടുമുണ്ട്. ഇത് ഹൃദയഭേദകമാണ്. സ്വന്തം നാടായി കാണാൻ ശ്രമിച്ചിട്ടും ഇവിടുത്തെ ആളുകൾക്ക് നിങ്ങളെ വേണ്ടെന്ന് പറയുന്നത് എത്ര വേദനാജനകമാണ്. അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ അദ്ദേഹത്തെ പൂർണ്ണമായി അംഗീകരിക്കാത്ത ഒരു രാജ്യത്തിനും രാജ്യം വിട്ടു പോകാൻ ഇഷ്ടമില്ലാത്ത ഒരു കുടുംബത്തിനുമിടയിൽ കുടുങ്ങിപ്പോയ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥയാണ് എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ വീഡിയോയ്ക്ക് താഴെ വിമർശനങ്ങളും വരുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറിയാൽ എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടും. ഇന്ത്യക്കാർ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ സ്വന്തം നാട്ടുകാരെ വേർതിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ സ്നേഹം കിട്ടാത്തത്. അമേരിക്കയിൽ ഇന്ത്യക്കാർക്കെതിരെയുള്ള വിവേചനം വർദ്ധിച്ചു വരുന്ന സമയത്താണ് ഈ വീഡിയോ വൈറലാകുന്നത്. കാർണേജി എൻഡോമെൻറ്റ് നടത്തിയ 2024 ഇന്ത്യൻ അമേരിക്കൻ ആറ്റിറ്റ്യൂഡ് സർവേയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യൻ അമേരിക്കക്കാരിൽ 49% ആളുകളും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വിവേചനം അനുഭവിച്ചിട്ടുണ്ട്. 31% ആളുകൾ തൊലിയുടെ നിറത്തെ അടിസ്ഥാനമാക്കി വിവേചനം അനുഭവിച്ചു. 20% ആളുകൾ അവരുടെ രാജ്യത്തെ അടിസ്ഥാനമാക്കി വിവേചനം അനുഭവിച്ചു. 19% ആളുകൾ മതപരമായ വിവേചനം അനുഭവിച്ചു. അമേരിക്കയിൽ ജനിച്ച ഇന്ത്യക്കാർക്കാണ് കൂടുതൽ വിവേചനം അനുഭവിക്കേണ്ടി വരുന്നത്. ഏകദേശം 64% ആളുകൾ ഇത്തരത്തിലുള്ള വിവേചനം അനുഭവിക്കുന്നുണ്ട്. ന്യൂസ് വീക്ക് റിപ്പോർട്ട് അനുസരിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യക്കാർക്കെതിരെ വിവേചനം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. മൂൺഷോട്ട് എന്ന സംഘടന നടത്തിയ പഠനത്തിൽ 2025 മെയ് ജൂൺ മാസങ്ങളിൽ സൗത്ത് ഏഷ്യക്കാരെ ലക്ഷ്യമിട്ട് 44,000-ലധികം മോശം പദങ്ങൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രൊഫഷണൽസിനും വിദ്യാർത്ഥികൾക്കുമെതിരെ പലരും രംഗത്ത് വരുന്നുണ്ട്. ഈ വിവേചനം ഓൺലൈനിൽ മാത്രമല്ല, ജോലി സ്ഥലത്തും സമൂഹത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ജോലി സ്ഥലങ്ങളിൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് മതിയായ പരിഗണന കിട്ടുന്നില്ല. വിദ്യാഭ്യാസത്തിനും നല്ലൊരു ജീവിതത്തിനും വേണ്ടി അമേരിക്കയിലേക്ക് വന്ന പല കുടുംബങ്ങളും ഭയത്തോടെ ജീവിക്കുന്നു. വിസ റദ്ദാക്കുമോ എന്ന പേടിയോടെ ഓരോ ദിവസവും ജീവിക്കുന്നവരുണ്ട്. 11 വയസ്സുള്ള കുട്ടികൾ പോലും സ്കൂളുകളിൽ വിവേചനം അനുഭവിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. H-1B വിസയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം. ഈ വിസ വഴി അമേരിക്കൻ കമ്പനികൾക്ക് വിദേശ പ്രൊഫഷണൽസിനെ നിയമിക്കാം. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പറയുന്നതനുസരിച്ച് H-1B വിസ ലഭിക്കുന്നവരിൽ 71% ഇന്ത്യക്കാരാണ്. ഈ വിസ അമേരിക്കൻ പൗരന്മാരുടെ ജോലി നഷ്ടപ്പെടുത്തുന്നു എന്ന് ചിലർ പറയുന്നു. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ഇന്ത്യക്കാർ അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുന്നു എന്നാണ്. ഈ വിഷയം രാഷ്ട്രീയപരമായി പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചിലർ ഇന്ത്യക്കാരെ സാമ്പത്തിക ഭീഷണിയായി കാണുന്നു. മറ്റു ചിലർ ഇന്ത്യക്കാരെ അമേരിക്കയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നവരായി കാണുന്നു. ഈ വീഡിയോ ഒരു വ്യക്തിയുടെ മാത്രം അനുഭവമല്ല.
ഇത് അമേരിക്കയിലെ നിരവധി ജീവനക്കാരുടെ അനുഭവമാണ്. ഒരു നല്ല ജോലി ഉണ്ടായിട്ടും സമൂഹത്തിൽ അംഗീകാരം കിട്ടാതെ ജീവിക്കുന്നവരുടെ മാനസികാവസ്ഥയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. സ്വന്തം നാടിനെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അവരുടെ സന്തോഷം വേണ്ടെന്ന് വെച്ച് മക്കളുടെ ഭാവിക്ക് വേണ്ടി ജീവിക്കുന്നു. സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ ഇവിടെ സന്തോഷമില്ലാതെ ജീവിക്കുന്നവരുടെ അവസ്ഥ വളരെ വേദനാജനകമാണ്. ഈ വീഡിയോ വൈറലായതോടെ പലരും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് അമേരിക്കൻ സ്വപ്നത്തെക്കുറിച്ചും അംഗീകാരത്തെക്കുറിച്ചും നമ്മളുടെ സ്ഥാനത്തെക്കുറിച്ചും കൂടുതൽ ചർച്ചകൾക്ക് വഴിതെളിയിക്കുന്നു. 2025 പോലും കുടിയേറ്റക്കാർക്ക് ഇവിടെ സ്ഥാനമില്ലേ എന്ന ചോദ്യം ഉയരുകയാണ്.